നമസ്കാരം. ഡിസംബർ 28-നാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി തുടങ്ങിയത്. മുമ്പ് 2021-22 കാലഘട്ടത്തിൽ ഒരു ഹിജാബ് വിപ്ലവം അവിടെ ഉണ്ടായിരുന്നു. ഭരണകൂടം അത് ഫലപ്രദമായി അടിച്ചമർത്തി. അനേകം പേർ രക്തസാക്ഷികളായി. അതിനുശേഷം ഇത്തരം ഒരു വിപ്ലവം ഒരിക്കൽ കൂടി ആവർത്തിക്കുമെന്ന് അവർ കണക്കാക്കിയിരുന്നില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ഡിസംബർ 28-ന് പതിയെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നു. രാജ്യത്തെ 31 പ്രൊവിൻസുകളിലും എല്ലാ നഗരങ്ങളിലേക്കും ഇത് കത്തിപ്പടരുന്നു. അനേകം കെട്ടിടങ്ങൾ അഗ്നിക്കിരയാകുന്നു. വാഹനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങി കലാപം നടത്തുന്നു. സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇല്ലാത്ത ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയുള്ള വലിയ ജനകീയ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. അയത്തുള്ള ഖൊമേനി രാജ്യത്തെ ഇല്ലാതാക്കും എന്ന് ഭയപ്പെടുന്ന ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശബ്ദമാണെന്ന് ഒരു ഭാഗം പറയുമ്പോൾ, അതല്ല, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായി ഉണ്ടാവുന്ന ആഭ്യന്തര കലാപമാണ്, അത് ഇറാനെതിരെയുള്ള യുദ്ധമാണ് എന്നാണ് ഭരണകൂടം വിശേഷിപ്പിക്കുന്നതും പിന്തുണയ്ക്കുന്നവർ പറയുന്നതും. ഇറാന്റെ അമേരിക്കയിൽ നിന്ന് ഭരിക്കുന്ന നിഴൽ സർക്കാർ പറയുന്നതനുസരിച്ച് 12,000 പേർ ഈ കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 12,000 പേർ. ഇറാൻ ഔദ്യോഗികമായി തന്നെ 2,000 പേരുടെ മരണം സ്ഥിരീകരിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. നോർവേയിലെ ഒരു മനുഷ്യാവകാശ സംഘടന പറയുന്നത് 6,000 പേർ കൊല്ലപ്പെട്ടെന്നാണ്. എന്നാൽ ഇറാനിയൻ പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് 12,000 പേർ കൊല്ലപ്പെട്ടെന്നാണ്. ഏതാണ്ട് 10,000-ൽ അധികം പേർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇറാനിലെ ജയിലുകൾ നിറയുന്നു. ആശുപത്രികളിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറയുന്നു. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത അടിച്ചമർത്തലാണ് ഇറാനിയൻ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിവെക്കുന്നു. പലരെയും അടിച്ചു കൊല്ലുന്നു. നിരവധി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ കൊല്ലപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ലോകം ചർച്ച ചെയ്യുന്നത് ഇന്ന് തൂക്കിലേറ്റപ്പെടും എന്ന് കരുതപ്പെടുന്ന ഒരു യുവാവിനെ കുറിച്ചാണ്. ഈ വാർത്ത ഒരുപക്ഷെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും അയാളെ തൂക്കിലേറ്റിയിട്ടുണ്ടാവാം. 26 വയസ്സുള്ള ഇർഫാൻ സോൾട്ടാനിയെയാണ് ഇന്ന് തൂക്കിലേറ്റും എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇർഫാൻ സർക്കാരിനെതിരെ സമരം ചെയ്ത ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാളാണ്. ആരൊക്കെ സമരം ചെയ്താലും ആരൊക്കെ പ്രക്ഷോഭത്തിനിറങ്ങിയാലും അവരെല്ലാം തൂത്തുവാരി തുറുങ്കിലടയ്ക്കും, വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കും എന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. സകലർക്കും ഒരു മാതൃകയായി ഇർഫാനെ പൊതുജനമധ്യത്തിൽ വെച്ച് തൂക്കിക്കൊല്ലുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇർഫാന്റെ വീട്ടുകാരെ ഔദ്യോഗികമായി വധശിക്ഷ അറിയിച്ചതിനെ തുടർന്ന് അവരാണ് മാധ്യമങ്ങളോട് ഇത് പറഞ്ഞത്. ഇർഫാൻ ഒരു ചെറിയ കട നടത്തി ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള, ജനാധിപത്യം സംരക്ഷിക്കാനുള്ള സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇർഫാനെ തൂക്കിക്കൊല്ലുന്നത് മറ്റുള്ളവർക്കുള്ള ഒരു മാതൃകയായിരിക്കും എന്ന് ഇറാൻ സർക്കാർ പറയുന്നു. റുബീന അമിനിയാർ എന്ന 21 വയസ്സുള്ള ഒരു ഫാഷൻ വിദ്യാർത്ഥിനി വെടിയേറ്റ് മരിച്ചതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയാവുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ അമേരിക്ക ഒരുക്കുന്ന കെണിയാണ്. ഇറാനെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും ബോധപൂർവം പ്രചരിപ്പിക്കുന്ന നുണകളാണെന്നാണ് ഇറാൻ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. ഇറാന്റെ നിലപാടിനൊപ്പമാണ് അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ. ട്രംപ് പറയുന്നു, സ്വന്തം ജനതയെ കൊന്നു തള്ളുന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ലെന്ന്. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അമേരിക്ക ഇടപെടുമെന്ന്. ട്രംപ് പറഞ്ഞതിനു ശേഷം 2,000 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ചില കണക്കുകൾ. അതുകൊണ്ട് ട്രംപ് ഇന്നലെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തി. ഖൊമേനിയുടെ അന്ത്യനിമിഷം അടുത്തിരിക്കുന്നു. ഇറാന്റെ സ്വാതന്ത്ര്യത്തിന് സമയമായി. ഇത് അമേരിക്ക വരുന്നു എന്നാണ് പ്രഖ്യാപനം. ട്രംപ് ഇറാനിൽ ഇടപെടുമെന്നും ഇറാന് നേരെ ആക്രമണം നടത്തുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ ബോധപൂർവം നിശബ്ദത പാലിക്കുകയാണ്. ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അതിൽ ഇടപെട്ടാലും പിന്തുണച്ചാലും അതൊരുപക്ഷെ ഇറാൻ അനുകൂലമായി മാറിയേക്കും എന്നതുകൊണ്ട് ഒരക്ഷരം പറയാതെ ഇസ്രായേൽ നിശബ്ദത പാലിക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ കറുത്ത കരങ്ങൾ ഇറാനിലെ ഈ അസഹിഷ്ണുതയ്ക്ക് പിന്നിലുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ട്രംപ് ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ അതൊരുപക്ഷെ വലിയൊരു യുദ്ധമായി മാറിയെന്ന് വരാം. റഷ്യയും ചൈനയും ഒക്കെ ഇടപെട്ടേക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. നിശബ്ദമായി കൈയും കെട്ടി നിൽക്കില്ല എന്ന് റഷ്യ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ മൗനം പാലിക്കുകയും എന്നാൽ അത്യാവശ്യ സാഹചര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്ന രാജ്യമാണ് ചൈന. വെനസ്വേല എന്ന രാജ്യത്ത് കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുവന്ന് ജയിലിൽ അടച്ചിട്ടും ആരുമൊന്നും ചോദിക്കാത്തതുകൊണ്ട് ട്രംപിന് കൂടുതൽ ധൈര്യം ലഭിച്ചിരിക്കുന്നു. ലോക പോലീസ് പദവി നിലനിർത്താൻ ട്രംപിന് ഇത്തരം പണികൾ ചെയ്യേണ്ടി വരും എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് അടിക്കും എന്ന് കേട്ടിട്ടും ആഭ്യന്തര കലാപം അടിച്ചമർത്തി ഇറാൻ മുമ്പോട്ട് പോകുമ്പോൾ ഏതു നിമിഷവും മറ്റൊരു ആക്രമണമോ
യുദ്ധമോ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2025 സംഘർഷഭരിതമാകും എന്ന് തീർച്ച. വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് താനാണ് എന്ന് വരെ പറഞ്ഞാണ് ട്രംപ് മുമ്പോട്ട് പോകുന്നത്. ഇതിനിടയിൽ സ്കോട്ടിഷ് കരീബിയൻ തീരങ്ങളിലൂടെ പോയിരുന്ന റഷ്യൻ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തതിനെക്കുറിച്ച് ഇതുവരെ റഷ്യ പ്രതികരിക്കാതിരുന്നതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതുന്നവർ ഏറെയാണ്. ട്രംപ് ആവട്ടെ ലോക പോലീസ് കിരീടം തങ്ങളുടെ തലയിൽ മാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ നിരന്തരം യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു. സൗഹൃദ രാജ്യങ്ങളെ പോലും വെറുപ്പിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് ഡെൻമാർക്കിന്റെ പൂർണ്ണാവകാശമുള്ള ആർട്ടിക് ഐലൻഡ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്നാണ്. ലോകം കടന്നുപോകുന്നത് യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെയാണ്. ലോകം കാണാൻ പോകുന്നത് ആശങ്കയുടെയും നിരാശയുടെയും സങ്കടത്തിൻ്റെയും യുദ്ധദിനങ്ങൾ ആയെന്ന് വരാം.